ഓം സർവേഗം തത്വമസി പൊരുളാകുന്നു പരമകാരുണ്യവാനായ ഗുരുവിനെ പ്രണാമം. സജ്ജന പ്രിയ മാനസ വേദസ്വരൂപം ധ്യാനാത്മശുദ്ധ ബ്രഹ്മാവസ്ഥാ പൂണ്ടകായം സദാ കർമാഖില പൂർണ്ണചിന്തന ഭാവം സദ്ഗുരവേ ഗുരു പാദാരവിന്ദം. ഓം ശാന്തി ശാന്തി ശാന്തി. ഞാൻ ആചാര്യൻ ഗുരു ശ്രീ ശിവസാരുടെ ശിഷ്യ രമ ടീച്ചർ. ജീവിതം പ്രാർത്ഥനാത്മകമാക്കൂ എന്ന ആശയത്തോടുകൂടി ഗുരു അനേകം പ്രാർത്ഥനകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി പ്രാർത്ഥിക്കുന്നവരിൽ അതിൻ്റേതായ ഫലങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രാർത്ഥനാ വേളകളിൽ സായം സന്ധ്യകളിലോ രാവിലെയോ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തിയാൽ അത് ചൊല്ലുന്നവർക്കും മറ്റുള്ളവർക്കും ഫലമുണ്ടാകുന്നതിനാൽ ഈ പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തുവാൻ ഗുരുനാമത്തിൽ അഭ്യർത്ഥിച്ചു. പ്രാർത്ഥന എന്നൊരുപാധി കൊണ്ട് ഉള്ളൊരു മനുജനാശ്വാസമേകി ഹൃദയനൊമ്പരങ്ങളകന്ന് മനം പരിപാവനമായിടും എന്ന് ഗുരുവചനം. ഈ പ്രാർത്ഥനയിലെ മൂലമന്ത്രം ഇതാണ്: സർവദോഷങ്ങളും തീർത്തു ഞങ്ങളെ നാർവഴി കാട്ടണം സർവേശ്വര. സർവദോഷങ്ങളും തീർത്തു ഞങ്ങളെ നാർവഴി കാട്ടണം സർവേശ്വര. പരമാത്മാവാകും ദൈവമേ വന്നു നിൽപ്പൂ നിൻ മുന്നിൽ അനുഗ്രഹം ചൊരിയണമേ. ഏഴകളാം ഞങ്ങൾ തൻ ജീവിതത്തിൽ വന്നു പോകും പിഴകളെല്ലാം നിൻ പാദചരണത്തിൽ സമർപ്പിക്കുന്നു ദൈവമേ. അജ്ഞത നിറഞ്ഞ ഞങ്ങളുടെ ജീവിതഗതിയിലെ ബ്രഹ്മജ്ഞാന ജ്യോതി സങ്കല്പമായി നിലവിളക്ക് നിൻ മുന്നിൽ തെളിയിക്കുന്നു ദൈവമേ. ഏഴകളാം ഞങ്ങളിലെ ആദിവ്യാധി ദുഃഖങ്ങളും പാപദോഷങ്ങളാകുന്ന മനോവൃത്തികളുമെല്ലാം മനമലരുകളായി നിൻ പാദത്തിൽ സമർപ്പിക്കുന്നു ദൈവമേ. മനുഷ്യരാം ഞങ്ങൾക്ക് ഭൂമിയിൽ നിലനിൽക്കുവാൻ നിന്റെ ആത്മീയ ജ്ഞാനം ഞങ്ങളുടെ ആത്മാവിന് ആത്മീയ ആഹാരമായി മാറുന്നുവെന്ന സങ്കല്പത്തിൽ നിൻ തിരുമുമ്പിൽ ഫലാദികൾ തിരുപ്രസാദമായി സമർപ്പിക്കുന്നു ദൈവമേ. നിന്റെ ജ്ഞാനദർശനത്തിലൂടെ സദ്ഭാവങ്ങൾ സ്വീകരിച്ച് ജീവിത പശ്ചാത്തലം സാത്വികമായി തീരുമ്പോൾ പാരിൽ കർമ്മ പരിശുദ്ധിയുടെ പരിമളം വീശുന്ന സങ്കല്പമായി സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കുന്നു പരദേവമേ. ഞങ്ങളിലെ മോഹഭംഗങ്ങളും ദുർചിന്തകളും ദുർവിചാരങ്ങളെല്ലാം ആരതിയായി
നിന്നിൽ ഹോമിക്കുന്നു ദൈവമേ. നിന്റെ ചൈതന്യം ധരിച്ച് ഭൂമിയിൽ അവതരിച്ച് നിന്റെ മാർഗദർശികളായി മൺമറഞ്ഞു പോയ ഗുരുക്കന്മാരെ സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ഞങ്ങളേവരും ദേഹം വിട്ടുപോയ ആത്മാക്കൾക്ക് നിന്റെ അനന്തമാം ചൈതന്യത്തിൽ ലയിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പരമചൈതന്യമേ, അപകടങ്ങളിൽപ്പെട്ട് ശരീരവേദനയിൽ കഴിയുന്ന മക്കൾക്ക് ശരീരസൗഖ്യം നൽകണം പരദൈവമേ. തൊഴിൽ സംബന്ധമായി അഭിവൃദ്ധിയില്ലാത്ത മക്കൾക്ക് അഭിവൃദ്ധി വരുത്തേണം പരമചൈതന്യമേ. സന്തതികളില്ലാത്ത നിൻ സന്തതികൾക്ക് സന്താപം വെടിഞ്ഞ് സന്തതികൾ നൽകി അനുഗ്രഹിക്കണം അർദ്ധനാരീശ്വര. കരകാണാത്ത ഒരു ജീവിതമാർഗത്തിൽ മറുകര കാണിച്ച് മാർഗം കാട്ടിടേണം ഞങ്ങൾക്ക് മുമ്പിൽ. പാപകരമായി വലയുന്ന രോഗികളിലെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ നിന്റെ കാരുണ്യമുണ്ടാകേണം ദൈവമേ. വിവാഹപ്രായമെത്തിയ യുവതീ യുവാക്കളിലെ വിവാഹ തടസ്സങ്ങൾ നീക്കി അനുഗ്രഹിക്കണം സർവേശ്വര. വിദ്യയിൽ പൂർണ്ണത വരാത്ത നിൻ ശിശുക്കളിലെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ വരുത്തേണം സർവേശ്വര. അരുതാത്ത വഴിയെ സഞ്ചരിച്ച പൈതങ്ങളിലെ അപരാധങ്ങളെല്ലാം ക്ഷമിച്ചിടണം മഹേശ്വര. കടക്കെണിയിൽ വീണുപോയ ഞങ്ങളിൽ വന്നൊരു മനോദുഃഖങ്ങളെല്ലാം തീർത്തു തരേണം സർവേശ്വര. സത്യമായ നീതി നിലനിർത്തുവാൻ വേണ്ടി മനുഷ്യാവതാരങ്ങളായി നീ കാലാകാലങ്ങളിൽ അവതരിച്ച് നിന്റെ മക്കൾക്ക് മാതൃക കാട്ടിയിടുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവമേ. നിന്റെ പരിശുദ്ധമായ ചൈതന്യം നൽകി തെറ്റായ മാർഗത്തിലെ ശക്തികളിൽ നിന്നും പിന്തിരിയുവാനുള്ള ആത്മീയ ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം പരമാത്മാവേ. ഭൂതഗണങ്ങളും ഋതുഗണങ്ങളും ദേവഗണങ്ങളുമെല്ലാമായി ശോഭിച്ചിടുന്നത് നിൻ ചൈതന്യം തന്നെ ഞങ്ങൾ അറിഞ്ഞിടുന്നു ദൈവമേ. ആനന്ദമാം നിന്റെ ചൈതന്യത്തിൽ അന്ത്യത്തിൽ ഞങ്ങളുടെ ആത്മചൈതന്യം ലയിച്ച് മോക്ഷപ്രാപ്തി വരുത്തുവാൻ അനുഗ്രഹിക്കണം ദൈവമേ. ഈ ഒരു ജ്ഞാനമാർഗം വിട്ടുള്ളൊരു ഉപാധിയിൽ ചെന്നുപെടാതെ ഞങ്ങളുടെ മനം സദാ നിന്നിൽ തന്നെ വർത്തിക്കുമാറാകണം ദൈവമേ. കൂരിരുൾ നിറഞ്ഞൊരു ജീവിത മാർഗത്തിലെന്നും ആത്മപ്രകാശമായി തെളിഞ്ഞിടണം ഞങ്ങൾക്ക് മുമ്പിൽ നീ. ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് അന്ത്യത്തിൽ സായുജ്യമണയുവാൻ അനുഗ്രഹിക്കണം പരമാത്മാവേ. എല്ലാ അറിവുകളും നിന്നിൽ നിന്നും ആവിർഭവിക്കുന്നതാണെന്നറിയുന്നു ഞങ്ങൾ ജ്ഞാനീശ്വര. ഞങ്ങൾ ചെയ്ത കർമ്മദോഷങ്ങളെല്ലാം നിന്നിൽ ഹൃദയാർപ്പണമായി പ്രാർത്ഥിക്കുമ്പോൾ പരിഹരിക്കുമെന്നറിയുന്നു മഹേശ്വര. നിന്നെ അങ്ങുമെങ്ങും തേടി അലയാതെ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നുണ്ടെന്ന സത്യം മറനീക്കി തെളിഞ്ഞിടേണം സർവേശ്വര.
ഞങ്ങൾ ചെയ്ത കർമ്മദോഷങ്ങൾ ഞങ്ങളുടെ സന്തതി പരമ്പരയിൽ വന്നു ഭവിക്കാതെ അവരെ നാർവഴിയെ ചരിപ്പിക്കണം ദൈവമേ. അരുതാത്ത വിനോദങ്ങളിലേക്ക് ഞങ്ങളുടെ മനസ്സ് തിരിയാതെ മനഃശാന്തി നൽകി അനുഗ്രഹിക്കണം പരദൈവമേ. പണ്ഡിതന്മാരും ജ്ഞാനികളും അറിയുന്ന നിന്റെ ജ്ഞാനമാർഗം ഞങ്ങളുടെ ഉള്ളിലും പ്രകാശിക്കണം ദൈവമേ. മനമുരുകി പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നീയെന്നും ഉണ്ടാകുമെന്നുള്ള അരുൾപ്പാട് ഞങ്ങളിൽ നിറവേറ്റണം പരമാത്മാവേ. സർവദോഷങ്ങളും തീർത്തു ഞങ്ങളെ നാർവഴി കാട്ടേണം സർവേശ്വര. സർവദോഷങ്ങളും തീർത്തു ഞങ്ങളെ നാർവഴി കാട്ടേണം സർവേശ്വര. സർവദോഷങ്ങളും തീർത്തു ഞങ്ങളെ നാർവഴി കാട്ടേണം സർവേശ്വര. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി ഗുരു എഴുതിയ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥനാ ഗാനം കേൾക്കാം. പ്രാർത്ഥിക്കുവിൻ നമ്മൾ, എന്നും പ്രാർത്ഥിക്കുവിൻ നമ്മൾ, മനമെന്നും ശാന്തമാകുവാൻ പ്രാർത്ഥിക്കുവിൻ നമ്മൾ, നിത്യം പ്രാർത്ഥിക്കുവിൻ നമ്മൾ. മനഃശാന്തിയില്ലെങ്കിൽ മാനവർ ദുഃഖിതരാണെന്നും ദുഃഖമകലാനായെന്നും പ്രാർത്ഥിക്കുവിൻ നമ്മൾ, നിത്യം പ്രാർത്ഥിക്കുവിൻ നമ്മൾ. കരൾ വിവേകമുണർന്നാൽ മനം കരുണാസാഗരമാകും. കർമ്മഫലങ്ങളിലമരും ജീവിത പ്രാർത്ഥനയിലുണരും, നിത്യ പ്രാർത്ഥനയിലുണരും. ദുരാഭിമാനിയായ നമ്മിൽ വിവേകമില്ലാതാകും. വിവേകമുണരുവാനായെന്നും പ്രാർത്ഥിക്കുവിൻ നമ്മൾ, നിത്യം പ്രാർത്ഥിക്കുവിൻ നമ്മൾ. ഹൃദയശുദ്ധി വന്നാൽ ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളും. ഈശ്വരൻ നമ്മിൽ വാഴാനെന്നും പ്രാർത്ഥിക്കുവിൻ നമ്മൾ, നിത്യം പ്രാർത്ഥിക്കുവിൻ നമ്മൾ. പ്രകൃതിയിലെന്നും നിറഞ്ഞു നിൽക്കും ആത്മാവാണീശൻ. പ്രകൃതിയിലേശനെ കാണാനെന്നും പ്രാർത്ഥിക്കുവിൻ നമ്മൾ, നിത്യം പ്രാർത്ഥിക്കുവിൻ നമ്മൾ. അന്യരിൽ കുറ്റം കാണാതെന്നും തന്നീലേശനെ കാണുവിൻ. തന്നീലേശനെ കാണാൻ നിത്യം പ്രാർത്ഥിക്കുവിൻ നമ്മൾ, നിത്യം പ്രാർത്ഥിക്കുവിൻ നമ്മൾ. ഓം ശാന്തി ശാന്തി ശാന്തി.